ഈ ഏറ്റവും അധികം വഖഫ് സ്വത്തുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. പക്ഷേ ഈ വഖഫ് സ്വത്തുകളിൽ വലിയൊരു പങ്ക് അന്യാധീനപ്പെട്ടു പോകുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇതാരൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അന്വേഷിച്ചു വരുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും നേതൃത്വത്തിൽ തൃശൂർ കൊടുങ്ങല്ലൂരിൽ വഖഫ് സ്വത്ത് തട്ടിയെടുത്തതായി പരാതി. കൊടുങ്ങല്ലൂർ വെളുത്തകടവ് ദാറുസ്സലാം ജുമാ മസ്ജിദും മദ്രസയുമാണ് തട്ടിയെടുത്തത്. ഇതിനു പുറമെ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പള്ളിക്ക് ലഭിച്ച 2,76,00,000 രൂപയും ഇവർ അപഹരിച്ചു എന്ന് വിശ്വാസികൾ ആരോപിക്കുന്നു. സ്വത്ത് തട്ടിയെടുത്തതിൽ സംഘടനയ്ക്കെതിരെ മാസങ്ങളായി സമരത്തിലാണ് പ്രദേശവാസികളായ വിശ്വാസികൾ. ന്യൂസ് മലയാളം ബിഗസ്റ്റ്. കൊടുങ്ങല്ലൂർ വെളുത്തകടവ് ദാറുസലാം ജുമാ മസ്ജിദും വഖഫ് ഭൂമിയിൽ ഉൾപ്പെട്ട മദ്രസയും ദേശീയപാതാ വികസനത്തെ തുടർന്ന് പള്ളിക്ക് ലഭിച്ച 2,76,00,000 രൂപയും ജമാഅത്തെ ഇസ്ലാമിയും പോഷക സംഘടനകളും ചേർന്ന് തട്ടിയെടുത്തെന്നാണ് പരാതി. ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ പ്രസിഡന്റായ ഷാനവാസ് കെ, വെൽഫെയർ പാർട്ടി നേതാക്കളായ അബ്ദുൾ ലത്തീഫ്, റഷീദ് മാസ്റ്റർ തുടങ്ങിയവർക്കെതിരെയാണ് ആരോപണം. മുൻ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് മക്കാറിനെ തെറ്റിദ്ധരിപ്പിച്ച് രേഖകൾ ഒപ്പിട്ട് വാങ്ങിയ ശേഷം 1 വർഷം മുൻപ് മാത്രം ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴിൽ ആരംഭിച്ച ദാറുസലാം ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റിലേക്ക് സ്വത്തുക്കളും പണവും കൈമാറ്റം ചെയ്യുകയായിരുന്നു. 22-ലാണ് ഈ പള്ളിയുടെ പ്രധാനപ്പെട്ട സ്ഥലം ഹൈവേ ഏറ്റെടുക്കുന്നത്. അതിൽ നിന്ന് ഏകദേശം 2,76,44,000 രൂപയോളം ഈ പള്ളിക്ക് പള്ളിയുടെ അക്കൗണ്ടിൽ വരികയും അതിനുശേഷമാണ് ഇവിടെ ആരും അറിയാതെ ഈ ജനങ്ങളോ അല്ലെങ്കിൽ കമ്മിറ്റിയോ പൂർണ്ണമായ അർത്ഥത്തിൽ അറിയാതെ ഒരു ട്രസ്റ്റ് ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ രൂപീകരിക്കുകയും 2 പേര്, പ്രത്യേകിച്ച് അന്ന് നിലവിലുണ്ടായിരുന്ന പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി അടക്കമുള്ള 2 പേര് അതിൻ്റെ ഭാരവാഹികളായതുകൊണ്ട് ആ ട്രസ്റ്റ് രൂപീകരിച്ച് ഈ സാമ്പത്തികം മുഴുവനും ആ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ പള്ളിയുടെ പേരിലുണ്ടായിരുന്ന ഭൂസ്വത്തും അവരുടെ പേരിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. 1976-ലാണ് വിശ്വാസി കൂട്ടായ്മയിൽ വെളുത്തകടവിൽ പള്ളി നിർമ്മിച്ചത്. 1974-ലും 76-ലും 95-ലും പ്രദേശവാസികളായ 3 പേർ ചേർന്ന് വഖഫായി നൽകിയ ഭൂമിയിലാണ് പള്ളിയും മദ്രസയും സ്ഥാപിച്ചത്. പള്ളിയുടെ നടത്തിപ്പിൽ താൽപര്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴിലുള്ള കൊടുങ്ങല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൂവ്മെന്റ് ഓഫ് ഇസ്ലാം ട്രസ്റ്റുമായി 1998-ൽ പള്ളി കമ്മിറ്റി ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നു. പള്ളിയുടെ കെട്ടിടം ഏറ്റെടുത്ത് MIT നിർമ്മാണം പൂർത്തിയാക്കുക, തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ മലയാളത്തിൽ ഖുത്തുബ നടത്തുക, മജ്ലിസ് കേരളയുടെ സിലബസിൽ മദ്രസ നടത്തുക, സക്കാത്ത്, ഫിത്തർ സക്കാത്ത്, ഉദുഹിയത്ത് തുടങ്ങിയ ഇസ്ലാമിലെ നിർബന്ധിത കർമ്മങ്ങൾ സംഘടിതമായി നടത്തുക തുടങ്ങിയ നിബന്ധനകൾ ഉൾപ്പെടുത്തിയായിരുന്നു കരാർ. ഇതുപ്രകാരം പള്ളിയിൽ മലയാളം ഖുത്തുബ നിർവഹിക്കാനെത്തിയ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകൻ അബ്ദുൾ ലത്തീഫ് പിന്നീട് പള്ളി കമ്മിറ്റിയുടെ ഭാഗമായി. 2022-ൽ കമ്മിറ്റി സെക്രട്ടറിയായ ലത്തീഫ് പദവി ദുരുപയോഗം ചെയ്തും പള്ളിയുടെ ഹത്തീബ് എന്ന വിശ്വാസ്യത മുതലാക്കിയുമാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയതെന്നാണ് ആരോപണം. ഈ 1.5 സെന്റ് സ്ഥലം തന്നത് എന്നോട് പറഞ്ഞിട്ടേ രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൽ സാക്ഷി ഒപ്പിടാൻ പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അപ്പോൾ പള്ളിക്ക് ഒരാൾ സൈറ്റ് ഇത് കൊടുത്തതല്ലേ, ദാനം ചെയ്തതല്ലേ, അപ്പോൾ അതിന് ഞാൻ സഹകരിച്ച് പോയി ഒപ്പിടാൻ പറഞ്ഞോടത്ത് ഒപ്പിട്ട് കൊടുത്തു. അത് എന്നെ വഞ്ചിക്കണമെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഈ സംഭവമൊക്കെ നടന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇയാൾ എന്നെ പറ്റിച്ചതാണെന്ന്. 2021-ൽ പള്ളിവക സ്ഥലം ദേശീയപാതാ വികസനത്തിനായി വിട്ടു നൽകിയതിനെ തുടർന്നാണ് ദാറുസലാം മസ്ജിദ് കമ്മിറ്റിക്ക് സർക്കാരിൽ നിന്നും 2,76,00,000 രൂപ നഷ്ടപരിഹാരം ലഭിക്കുന്നത്. പണം ലഭിച്ചതിന് പിന്നാലെ ജമാഅത്തെ നേതാക്കൾ ചേർന്ന് പള്ളിയുടെ പേരിനോട് സാദൃശ്യം തോന്നുന്ന ദാറുസലാം ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് എന്ന പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ചു. മുൻ പള്ളി കമ്മിറ്റി പ്രസിഡന്റിനെ തെറ്റിദ്ധരിപ്പിച്ച് ബ്ലാങ്ക് ചെക്കുകൾ ഒപ്പിട്ട് വാങ്ങിയ ശേഷം പണം ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. പള്ളിവക സ്വത്തുക്കളും പണവും തിരികെ നൽകാമെന്ന് ജമാഅത്തെ നേതാക്കൾ അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ ഇവർ വാക്കുപാലിക്കാൻ തയ്യാറായിട്ടില്ല. സമരം തുടരാൻ തന്നെയാണ് ഞങ്ങളെ തീരുമാനം. എന്ന് വെച്ചാൽ സമരം കൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമരം തുടർന്നേ പിന്നെ ഒരുപാട് കേസിൽ ഞങ്ങളെ പ്രതി ചേർത്തിട്ടുണ്ട്. അദ്ദേഹം നമ്മളതിൽ കംപ്ലയിൻറ്റിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കംപ്ലയിൻറ്റ് പോകുന്നത്. വെച്ചാൽ നമ്മളുടെ ഭീഷണിപ്പെടുത്തുന്നു, പിന്നെ മാനനഷ്ട കേസ്, അവർക്ക് ഇതൊക്കെ വെച്ചതിൻ്റെ മാനനഷ്ട കേസ്, അങ്ങനെ ഒരുപാട് കേസുകൾ എൻ്റെ രീതിയിലുണ്ട്. എൻ്റെ പേരിലും കൊടുത്തിട്ടുണ്ട്, പള്ളി കമ്മിറ്റിയുടെ മറ്റുള്ള ഭാരവാഹികളുടെ പേരിലുണ്ട്. സമരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സമരത്തോണ്ടുള്ള ഉദ്ദേശം ഇത് അധികാരികളിൽ എത്താൻ
നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി ദാറുസലാം മസ്ജിദ് കമ്മിറ്റി വഖഫ് ബോർഡിലും ട്രിബ്യൂണലിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. തട്ടിയെടുത്ത പള്ളിയും സ്വത്തുക്കളും തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് 5 മാസത്തിലേറെയായി വെളുത്തകടവ് പള്ളിക്ക് മുന്നിൽ വഖഫ് സംരക്ഷണ സമിതിയുടെയും വിശ്വാസികളുടെയും നേതൃത്വത്തിൽ സമരവും നടന്നുവരികയാണ്. മതിലകം പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് അഴിമതിയും സാമ്പത്തിക ക്രമക്കേടുകളും നടന്ന സമയത്തെ പള്ളി കമ്മിറ്റി പ്രസിഡന്റിനെയും ജമാഅത്തെ നേതാക്കളെയും പ്രതിയാക്കി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ലോക്കൽ പോലീസിന് പുറമെ ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തുന്ന കേസിൽ തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം. അതേസമയം വഖഫ് സംരക്ഷണ സമിതിയും വിശ്വാസികളും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കോടതിക്ക് മുന്നിലുള്ള കേസ് സംബന്ധിച്ച് കൂടുതൽ പ്രതികരിക്കാനില്ലെന്നുമാണ് ജമാഅത്തെ ഇസ്ലാമിയും ഭാരവാഹികളും നൽകുന്ന വിശദീകരണം. വഖഫ് നിയമങ്ങളെ കാറ്റിൽ പറത്തി പള്ളിക്ക് ലഭിച്ച മുതൽ കൈമാറ്റം ചെയ്തെന്നും പള്ളിക്ക് ലഭിച്ച തുക സംഘടനാ കാര്യങ്ങൾക്കായി വിനിയോഗിച്ചെന്നുമാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ഗുരുതര ആരോപണം. സിവിൽ ക്രിമിനൽ നിയമങ്ങൾ പ്രകാരം കുറ്റകരമായ നടപടിയാണ് സംഘടനയുടേത്. കേസ് നടക്കുന്നുവെന്ന ഒറ്റക്കാരണം പറഞ്ഞ് നിശബ്ദത പാലിക്കുന്ന ജമാഅത്തെ നേതൃത്വമാണ് ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്കും വിശ്വാസികൾക്കും മറുപടി നൽകേണ്ടത്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.